നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു സാങ്കല്പിക ലോകത്താണ്. നമ്മൾ സ്വയം സൃഷ്ടിച്ച ഒരു സാങ്കല്പിക ലോകത്ത്. Where the very laws of nature are different, hypothetical and self-contained. നമ്മുടെ സങ്കല്പം യാഥാർത്ഥ്യവുമായി കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത, നമ്മുടെ ചിന്തകൾക്കും അതീതമായ ചിലതുണ്ടാകും. Something that you cannot accept. അപ്പോഴാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്, വിശ്വസിക്കണമോ അതോ വേണ്ടയോ? ഈ അത്ഭുത പ്രതിഭാസം 2001 റെഡ് ട്രെയിനുമായി ബന്ധപ്പെടുത്താമോ? ഈ സാഹചര്യത്തിൽ കൂടുതൽ ഡീറ്റെയിൽ തരാൻ എനിക്കാവില്ല. ഐ എം സോറി. But government is very serious about this and we have formed a special investigation team. ഇതിനു മുമ്പ് സംഭവിച്ച ഇത്തരം പ്രതിഭാസങ്ങളെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. You know, people are already confused. You should not mislead the people with false information. സർ, ഇത്തരം അന്വേഷണങ്ങൾ രഹസ്യ സ്വഭാവമുള്ളതാണോ? അതുകൊണ്ടാണോ താങ്കൾ മീഡിയയുമായി പങ്കുവെക്കാത്തത്? We don't have any proper evidence which we are looking for. സർ, ഇതുപോലത്തെ സംഭവങ്ങൾക്ക് പലരും ദൃക്സാക്ഷികളായിട്ടുണ്ട്. Do you think it's not relevant? Look, ഫേക്ക് ഫോട്ടോഗ്രാഫ്, ഫേക്ക് വീഡിയോസ്, ഇതൊക്കെ ഏതൊരു കൊച്ചുകുട്ടിക്കും നല്ലൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്താൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. They could not find any proof to stand up and prove the existence of this extraordinary phenomenon. Sir, one more question, sir. KMRL ഡയറക്ടർ ബോർഡ് യോഗം ദില്ലി കൊച്ചി മെട്രോയ്ക്കുള്ള ധനസമാഹരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഈ മരപ്പാലത്തെ കള്ളൻ അന്താരാഷ്ട്ര മോഷ്ടാവ്. തിരുവനന്തപുരത്ത് വിദേശ മലയാളിയുടെ വീട്ടിൽ മോഷണം നടത്തിയത് അന്താരാഷ്ട്ര കുറ്റവാളി ബണ്ടി ചോറാണെന്ന് പോലീസ്. ഇന്ത്യയിലാകെ 5 കേസുകളുള്ള ഇയാൾ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടുന്നതിൽ കുപ്രസിദ്ധനാണ്. ഹിന്ദി സിനിമയായ ഓയ് ലക്കി ബണ്ടിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രമാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അരുൺ നമ്മോടൊപ്പം ചേരുന്നു. അരുൺ, ബണ്ടി ചോറിനെ കുറിച്ച് പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മലപ്പാലത്തെ പ്രവാസി മലയാളിയുടെ വീട്ടിൽ ആഡംബര കാറും അതുപോലെ തന്നെ സ്വർണ്ണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച കാര്യം How is it, Jetta? Very funny. Got you. Yeah. Come. Take. Thank you. Para.
എന്തൊക്കെയാണ് നിൻ്റെ വിശേഷം? നിൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞോ? അതോ ഇനിയും തിരിച്ച് UK യിലേക്ക് പോകണോ? UK എന്തായാലും തിരിച്ചു പോകണം കേട്ടോ. കാരണം എൻ്റെ ഫൈനൽ ഡെസിറ്റേഷൻ സബ്മിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അത് മാത്രമല്ലാണ്ട് ഞാനും ഫ്രണ്ട്സൊക്കെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ ബേസിക് അപ്ലൈ ചെയ്യണം. ടേക്സ് ടൈം. വിശ്വസിക്കാനാവുന്നില്ല. 5 കൊല്ലമായി അല്ലേ? ടൈം ഫ്ലൈസ്. സത്യം പറയുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. പൊരുത്തപ്പെട്ട് തുടങ്ങി. പക്ഷെ തണുപ്പ്, അതല്ലേ നല്ലത്. ഇത് അത്ര ചൂടില്ലല്ലോ. ആ ചൂട് നമുക്ക് സഹിക്കാം. പക്ഷെ ഈ തണുപ്പ് ഒരുമാതിരി കയ്യും കാലൊക്കെ ഒരുമാതിരി മരവിച്ച് എന്താ പറയണ്ടെന്നേ അറിയില്ല. ബട്ട് സമ്മർ ഇസ് ഹെവൻ. ഐ നോ. അതല്ലേ എല്ലാ വിന്ററിലും ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നത്. ആൻഡ് എൻജോയ് ദ ബ്രിട്ടീഷ് സമ്മർ എവറി ഇയർ. എൻ്റെ അനിയനെക്കുറിച്ച് എന്തെങ്കിലും പുതിയത്? ഏട്ടൻ വന്നിരുന്നില്ലേ? അതൊക്കെ തന്നെ. പിന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ കിട്ടിയ റെൻറ്റഡ് കാറും പിന്നെ കുറേ ഫോട്ടോഗ്രാഫ്സ്. വർഷം 4 കഴിഞ്ഞ് അവൻ പോയിട്ട്. എവിടെയാണെന്നോ എന്തായെന്നോ ആർക്കും അറിയില്ല. യുനോ അവൻ UK പഠിക്കാൻ വന്നപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അല്ലെങ്കിലും കസിൻസൊക്കെ അടുത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമല്ലേ? ലൈഫ് ഈസ് എ പസിൽ. ഇറ്റ്സ് ഹാർഡ് ടു അൺലോക്ക് ഈവൻ ദോ ദി ആൻസേഴ്സ് ആർ അറൗണ്ട് യു. ഇതാണ് അവസാനമായി അവൻ എന്നോട് പറഞ്ഞത്. യുനോ ഐ മിസ് ഹിം ടു. അവൻ തിരിച്ചു വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ. അത് പോട്ടെ, നീ പോയി ഫ്രഷ് ആവും. അല്ല അതിരിക്കട്ടെ, ഇവിടെ നാട്ടുകാർ മൊത്തം പരിഭ്രാന്തരായിരിക്കുകയാണല്ലോ. എന്ത് പറ്റി? അത് പറയാം. നിൻ്റെ ഫ്രണ്ട്സൊക്കെ എവിടെ? അവർക്ക് വഴി തെറ്റിയോ? വഴി തെറ്റാനോ? അവർക്കോ? അതും ഈ ചെറിയ ഡൗണിലോ?